കാഞ്ചി കാമാക്ഷേ നമ മധുരമീനാക്ഷേ നമ കാശി വിശാലാക്ഷേ നമ. കൽപ്പാന്തത്തിലുമുജ്വലിച്ചു വിളയാടിയിടും മഹാമായയായി കൽപ്പിക്കപ്പെടും അംബികേ ഭവരുജാതാഭത്തിനാലാർത്തനായി. കിൽപ്പില്ലാതെ കിടപ്പു ഞാൻ തവ പദം സേവിച്ചു സംതൃപ്തനായി. നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 13-ാമത്തെ അധ്യായം ശുനശേഭന്റെ കഥയെയാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഹരിശ്ചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അജീകർത്തൻ എന്ന ദരിദ്രനായ ബ്രാഹ്മണന്റെ മധ്യമപുത്രനെ ശുൽക്കം കൊടുത്ത് ശുനശേഭനെ മന്ത്രി മേടിച്ചു കൊണ്ടുവന്ന് രാജാവിന് ഏൽപ്പിച്ചു എന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. യജ്ഞപശുവാകാൻ യോഗ്യനും ബ്രാഹ്മണകുമാരനുമായ ശുനശേഭനെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവിന് സമർപ്പിച്ചു. സന്തുഷ്ടനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ വേദജ്ഞരായിട്ടുള്ള വിപ്രന്മാരെ വിളിച്ചു വരുത്തി യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ആ വരുണനുള്ള യാഗം നടത്തി ഈ കുട്ടിയെ യജ്ഞപശുവാക്കി ആ വാക്കിനെ പാലിക്കാനായി കൊണ്ട് യജ്ഞങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് അവിടെ വിശ്വാമിത്ര മഹർഷി വരുന്നത്. ശുനശേഭൻ എന്ന ഈ വിപ്രന്റെ പുത്രനെ യജ്ഞപശുവാക്കി ബന്ധിച്ചിരിക്കുന്നത് കണ്ട് അതിൽ നിന്നും രാജാവിനെ വിശ്വാമിത്രൻ വിലക്കി. രാജാവേ, അങ്ങ് ഈ സാഹസം കാട്ടരുത്, ഈ വിപ്രകുമാരനെ അഴിച്ചുവിടണം, ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങക്ക് ഇപ്പോൾ സുഖമുണ്ടാകും. ഈ ശുനശേഭൻ കരഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? കാരുണ്യമുണ്ടാവണം, ദയവുള്ളവനായിരിക്കണം രാജാവ്. സർവജനങ്ങളെയും സ്വന്തം പുത്രനായി കാണാനുള്ള മനോഭാവമുണ്ടാവണം. തിദിക്ഷ, കരുണ, മൈത്രി, ദയാഭാവങ്ങൾ അത്യന്തമുണ്ടാവേണ്ടത് ഒരു രാജാവിന് അവശ്യം വേണ്ടതാണ്. രാജ്യത്തിലുള്ള എല്ലാവരെയും അല്ലേ പുത്രന് തുല്യം, പുത്രിക്ക് തുല്യം കാണേണ്ടതാണ് ഒരു രാജാവ്. അതുകൊണ്ട് ഇതാ ഈ ശുനശേഭനിൽ ദയുണ്ടാവണം. അങ്ങേക്ക് ഞാൻ പറയുന്നത് കേൾക്കൂ. ദയാലുക്കളും സ്വർഗകാമന്മാരും വ്രതാനുഷ്ഠരുമായ ക്ഷത്രിയന്മാര് അന്യരുടെ ദേഹം രക്ഷിക്കാൻ മുമ്പ് സ്വന്തം ദേഹത്തെയാണ് അവര് അർപ്പിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ രക്ഷിക്കാനായിക്കൊണ്ട് സ്വന്തം ദേഹത്തെ അവനവനെ തന്നെ സമർപ്പിച്ചവരായിരുന്നു ക്ഷത്രിയന്മാരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള രാജാക്കന്മാര്. അല്ലെങ്കിൽ അപ്രകാരമുള്ളവനായിരിക്കണം ഒരു രാജാവ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കണ്ട് അവരെ ആ സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ത്രാണിയുള്ളവനായിരിക്കണം ഒരു രാജാവ്. അല്ലാതെ സ്വന്തം സങ്കടങ്ങളെ തീർക്കാൻ മറ്റുള്ളവർക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നവനായിരിക്കരുത്. അങ്ങയുടെ പൂർവജന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അപ്രകാരത്തിലുള്ളവരായിരുന്നു. പക്ഷെ അങ്ങാകട്ടെ ഇപ്പോൾ അങ്ങയുടെ സ്വദേഹത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു ബ്രാഹ്മണകുമാരനെ ബലാൽ ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവൻ്റെ ദാരിദ്ര്യത്തിനെ മുതലെടുത്തുകൊണ്ട് അവന് ധനം കൊടുത്ത് പുത്രനെ മേടിച്ച് സ്വന്തം രോഗരക്ഷയ്ക്കായി, സ്വന്തം പുത്രരക്ഷയ്ക്കായി ഇതാ അങ്ങ് ഈ യാഗം ചെയ്യുന്നത് നിർത്തണം. ഈ പാപം അങ്ങ് ചെയ്യരുത്. ഈ കുട്ടിയിൽ അങ്ങക്ക് ദൈവമുണ്ടാവണം
എല്ലാവരും സ്വദേഹത്തിൽ ഒരുപോലെ പ്രീതിയുള്ളവരാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ആരായാലും ശരി, ഒരു ഉറുമ്പായാലും മാനിയായാലും ശരി, എല്ലാവർക്കും ഏറ്റവും അധികം സ്നേഹം ഏതിനോടാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം ആത്മാവിനോടാണ്, സ്വന്തം ശരീരത്തോടാണ്. അതങ്ങക്ക് അറിയാത്തതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധയോടുകൂടി കേട്ട് ഈ ശുനശേഭനിൽ അങ്ങക്ക് ദയുണ്ടായിട്ട് അവനെ ഇതാ അങ്ങ് ഈ യാഗത്തിൽ നിന്നും ഒഴിവാക്കണം, യാഗപശു ആക്കരുത് എന്ന് വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിനോട് പറയണു. വിശ്വാമിത്രന്റെ വാക്കുകളെ കേട്ട അത്യന്തം ദുഃഖിതനായ രാജാവ് ചിന്തിച്ചു. എങ്കിലും തൻ്റെ ഉദരരോഗം, അതിൻ്റെ കൊടും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അപ്പോഴേ ഇത്തരത്തിലുള്ള വിശ്വാമിത്രൻ്റെ ഉപദേശങ്ങളൊന്നും കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളതാണല്ലോ ചെയ്യുന്നത്. അതിപ്പോൾ എന്തായാലും, ഇപ്പം നമ്മുടെ ശരീരത്തൊരു കൊതുക് വന്ന് അതിൻ്റെ കൊമ്പ് കൊണ്ട് തുളച്ച് നമ്മുടെ രക്തം കുടിക്കാൻ നോക്കുന്ന സമയത്ത് വേദന എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്തൊക്കെ തത്വങ്ങളും ശാസ്ത്രങ്ങളും പറഞ്ഞു നടന്നാൽ ആ കൊതുവിനെ അപ്പം തച്ചു കൊല്ലും, അപ്പോൾ കൊല്ലും അതിനെ. ഇനിയിപ്പോൾ അത് നമ്മുടെ മേത്ത് വന്നിരുന്ന് കടിച്ചിട്ട് ആ വേദന കൊണ്ട് ഇതിന് ശേഷം അതിനെ കൊല്ലണമെന്നൊന്നുമില്ല. നമ്മുടെ അടുത്ത് കൂടെ പറന്നാലും നമ്മൾ രണ്ട് കൈയും കൊണ്ട് അടിച്ചു കൊല്ലും അതിനെ. കാരണം എന്തിനാ? അതിനിപ്പോൾ എൻ്റെ ശരീരത്തിൽ വന്നിരുന്നാലോ, എന്നെ കടിച്ചാലോ, എൻ്റെ രക്തം ഊറ്റിക്കുടിച്ചാലോ, അതിൽ നിന്ന് എനിക്ക് വേദന എടുത്താലോ, അതിൽ നിന്നും എനിക്ക് രോഗം പടർന്നാലോ, ആലോ അല്ലേ? അത് തന്നെ നമ്മളെ കൊണ്ട് അത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കാൻ കാരണമായിത്തീരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഉദരരോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹരിശ്ചന്ദ്രന് വിശ്വാമിത്രൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകളൊന്നും ഉള്ളിലേക്ക് പോയില്ല, ആദരിച്ചില്ല, ആ ബാലനെ മോചിപ്പിച്ചില്ല. തൻ്റെ വാക്കുകൾ ഹരിശ്ചന്ദ്രൻ കേട്ടില്ല. യാഗം തുടരുന്നു എന്ന് കണ്ടപ്പോൾ വിശ്വാമിത്രൻ ക്രുദ്ധനായി എന്ന് പറയാണ്. ദയാപരനായിട്ടുള്ള ആ വിശ്വാമിത്രൻ ശുനശേഭന് വരുണമന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയാണ്. ജ്ഞാനിയാണല്ലോ വിശ്വാമിത്രൻ. ഉടൻ തന്നെ ആ വിശ്വാമിത്രൻ ശുനശേഭന് വരുണമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ശുനശേഭനാകട്ടെ മരണഭീതിയോടെ ആ മന്ത്രം ജപിച്ചുകൊണ്ട് വരുണനെ സ്മരിച്ചുകൊണ്ട് പലതവണ ആ മന്ത്രം ജപിച്ചു. ആ ബ്രാഹ്മണകുമാരൻ തന്നെ സ്തുതിച്ചുകൊണ്ട് വിലപിക്കുന്നതായി അറിഞ്ഞ കരുണാസമുദ്രനായിട്ടുള്ള വരുണൻ അവിടെ വന്ന് ആ ശുനശേഭനെ മോചിപ്പിച്ചു എന്ന് പറയാണ്. എന്നിട്ട് ആ രാജാവിൻ്റെ രോഗം ശമിപ്പിച്ചിട്ട് വരുണൻ സ്വഗൃഹത്തിലേക്ക് യാത്രയായി. അങ്ങനെ വിശ്വാമിത്രൻ ആ ശുനശേഭനെ മൃത്യുവിൽ നിന്നും വിമുക്തനാക്കി എന്ന് പറയണു. ഇവിടെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെയാണ് ഈ കഥയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും കഥാപാത്രങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒന്നു തന്നെയാണ്. കഥകളിൽ മാത്രം അല്പസ്വല്പം വ്യത്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും പര്യവസാനം ഒരേ മാതിരി തന്നെയാണ്. ശുനശേഭൻ അവിടെയും യാഗപ്പശു ആക്കുന്നില്ല, രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ശ്രീശുകൻ ഭാഗവത മഹാപുരാണത്തിലും പറയുന്നത്. വിശ്വാമിത്രൻ്റെ കഥയെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവിടെയും ഇതാ വിശ്വാമിത്രൻ്റെ ദയ കൊണ്ട്, കാരുണ്യം കൊണ്ട്, വരുണന്റെ അനുഗ്രഹത്താൽ ശുനശേഭൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഹരിശ്ചന്ദ്രൻ്റെ ഉദരരോഗവും ഭേദമായി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്.
എന്തായാലും അങ്ങനെ ശുനശേഫനെ യാഗപ്പശുവാക്കാതെ തന്നെ വിശ്വാമിത്രൻ ആ വിപ്രപുത്രനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല ഹരിശ്ചന്ദ്രന്റെ ഉദര രോഗത്തെയും ശമിപ്പിച്ചു.